മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ യുദ്ധ സാഹചര്യത്തെക്കാൾ ഏറെ ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗാസ സ്ട്രിപ്പിൽ ഉണ്ടായ സംഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ജീവിതം തകർന്നു പോവുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധത്തിന്റെ മാനുഷിക വശം വലിയ ചർച്ചയാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഉയർന്ന യുദ്ധ കുറ്റാരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദത്തിന് ഇടയാക്കിയത്. യുദ്ധത്തിന്റെ ഭാഗമായി നടത്തിയ ആരോപിക്കപ്പെടുന്ന നടപടികൾ നിയമപരമായി ശരിയാണോ എന്ന ചോദ്യമാണ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടെങ്കിലും അതിന്റെ പേരിൽ സാധാരണ ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നത് അംഗീകരിക്കാനാകുമോ എന്നതാണ് പ്രധാന ചർച്ച. ഈ വിഷയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരെയായ കുറ്റങ്ങൾ, വംശഗത എന്നിവ അന്വേഷിക്കുകയും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ കോടതിയുടെ പ്രധാന ജോലി. 2024 നവംബർ 21 നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഈ കേസിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒരു പ്രധാന സംഭവമായിരുന്നു. ഈ നടപടി ഒരു പ്രധാന സന്ദേശം നൽകുന്നു. ആരായാലും എത്ര വലിയ സ്ഥാനത്തുള്ളവനായാലും അന്താരാഷ്ട്ര നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരേപോലെയാണ്. രാഷ്ട്രീയ തലവൻ എന്ന നിലയിൽ പ്രത്യേക സംരക്ഷണം ലഭിക്കില്ല എന്ന ആശയം ഇതിലൂടെ ശക്തമായി മുന്നോട്ട് വന്നു. ഇതുപോലുള്ള നടപടികൾ ലോകത്ത് നിയമത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു. ഗാസയിൽ നടത്തിയ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ കേസിന്റെ ഹൃദയം. സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, ആശുപത്രികൾ, സ്കൂൾ പോലുള്ള സിവിലിയൻ കേന്ദ്രങ്ങളുടെ നാശം, ഭക്ഷണവും ഇന്ധനവും തടഞ്ഞുവെച്ചത് തുടങ്ങിയ ആരോപണങ്ങൾ വലിയ ആശങ്കകൾക്ക് കാരണമായി. ചില സംഘടനകൾ ഇതിനെ വിശപ്പിനെ ആയുധമായി ഉപയോഗിക്കൽ എന്ന രീതിയിൽ പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശനങ്ങൾ പറയുന്നു. യുദ്ധം നടന്നാലും ചില അടിസ്ഥാന നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുക എന്നിവ അതിൽ പ്രധാനമാണ്. ഈ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടും. ആയതിനാലാണ് ഈ വിഷയത്തിൽ ഇത്രയും വലിയ ചർച്ച നടത്തുന്നത്. എന്നാൽ ഒരു പ്രധാന പ്രശ്നം ഇവിടെ ഉയരുന്നു. ഇത്തരം നിയമ നടപടികൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയും? ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാലും അത് നടപ്പിലാക്കേണ്ടത് അംഗരാജ്യങ്ങളാണ്. നെതന്യാഹു ICCയുടെ അംഗരാജ്യമല്ലാത്ത രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അറസ്റ്റ് നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നാൽ ICC അംഗരാജ്യങ്ങളിലെത്തിയാൽ നിയമപരമായി അറസ്റ്റ് ചെയ്യേണ്ടത് ബാധ്യതയാണ്. ഇത് അന്താരാഷ്ട്ര നീതിയുടെ പരിമിതികൾ വ്യക്തമാക്കുന്നു. നിയമം ഉണ്ടായാലും അത് നടപ്പിലാക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വിധേയമാണ്. ഇതാണ് ഈ കേസിന്റെ പ്രധാന വെല്ലുവിളി. രാഷ്ട്രീയം ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. ട്രംപ് പോലുള്ള ചില ശക്തരായ നേതാക്കളുടെ നിലപാടുകളും US പോലുള്ള രാജ്യങ്ങളുടെ സമീപനവും ഇത്തരം കേസുകളിൽ സ്വാധീനിക്കുന്നു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ICCയെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലാത്തതിനാൽ കോടതിയുടെ അംഗീകാരം ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നു. അതേസമയം ലോകത്തിലെ പല രാജ്യങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. യുദ്ധത്തിന്റെ പേരിൽ സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കരുതെന്നാണ് അവരുടെ നിലപാട്. ഇതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ ചർച്ചകൾ ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുങ്ങുന്നില്ല. ഇസ്രായേൽ, ഇറാൻ, US എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും പാലിക്കേണ്ടതുണ്ടെന്ന ആവശ്യം ശക്തമാകുന്നു. യുദ്ധം നടക്കുമ്പോഴും ചില അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട്. ഇത് വെറും നിയമപരമായ പ്രശ്നമല്ല, ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. ഒരു യുദ്ധത്തിന്റെ വിജയമോ പരാജയമോ മാത്രം പ്രാധാന്യമല്ല, അതിന്റെ ഫലമായ മനുഷ്യർ അനുഭവിക്കുന്ന ദുരന്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ നെതന്യാഹുവിനെതിരായ ICC നടപടി ലോകത്തിന് മുന്നിൽ ഒരു വലിയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. നിയമവും രാഷ്ട്രീയവും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ യഥാർത്ഥ നീതി ലഭ്യമാകുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ പോലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന സിദ്ധാന്തം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് തെളിയുന്ന ഒരു നിർണായക ഘട്ടമാണിത്. അവസാനം ഈ സംഭവത്തിൽ നമ്മെ ഒരു കാര്യമാണ് ഓർപ്പിക്കുന്നത്. യുദ്ധം എത്ര വലുതായാലും മാനുഷിക ജീവിതത്തിന്റെ വില അതിലും വലുതാണ്. ആ മൂല്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.